ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് തികച്ചും ഒരു സർക്കാർ ജോലിയാണ്. അതും പലതരത്തിലുള്ള ജോലിയുണ്ട്. നമ്മളിന്ന് ചിലപ്പോൾ അധ്യാപക ജോലി മാത്രമാണ് മുന്നിൽ കാണുക, പോരാ. സർക്കാർ ഓഫീസുകളിൽ നമ്മുടെ പ്രതിനിധികൾ വേണം. IAS മേഖലയിൽ, KS മേഖലയിൽ അഥവാ സിവിൽ സർവീസ് മേഖലയിൽ നമ്മുടെ ആളുകൾ വേണം. നമ്മുടെ പോലീസ് സൂപ്രണ്ട് ആണെങ്കിലും ശരി, ADM ആണെങ്കിലും ശരി, ഒരു വകുപ്പിന്റെ സെക്രട്ടറി ആണെങ്കിലും ശരി, ഉയർന്ന തലത്തിൽ നമ്മുടെ മക്കൾ വരണം. അത് അവകാശമാണ്. നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം മുഴുവൻ വാങ്ങുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഗവൺമെന്റ് കണക്കനുസരിച്ച് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടം, ഒരു വർഷം, ഒരു സാമ്പത്തിക വർഷം, നമ്മുടെ ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനുമായി 68,282 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞത്? 70,000 കോടി രൂപ. കൃത്യകണക്കാണ് ഗവൺമെന്റ്. 68,282 കോടി ഒരു കൊല്ലം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. നിങ്ങൾ ശരിക്കും പഠിക്കണം അതിനെക്കുറിച്ച്. നമ്മുടെ കേരളത്തിൽ കൃത്യമായി പറഞ്ഞാൽ 5,15,639 സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കൃത്യകണക്കാണ് ഞാൻ പറയുന്നത്. 5,15,639 സർക്കാർ ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ 4,38,535 പെൻഷൻകാരുണ്ട്. ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം നിങ്ങൾ. പലതരത്തിലുള്ള ബിസിനസ് നടത്തുന്ന ആളുകൾ സദസ്സിലുണ്ടാവും. കച്ചവടക്കാരുണ്ടാകും, വ്യവസായികളുണ്ടാവും, കൃഷിക്കാരുണ്ടാവും, ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, ഗൾഫിൽ കച്ചവടം നടത്തുന്നവരുണ്ടാവും, പലരും ഉണ്ടാവും. 2 വർഷക്കാലം കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തായി? ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ബുദ്ധിമുട്ടി. കച്ചവടക്കാർ ബുദ്ധിമുട്ടി, കൃഷിക്കാർ ബുദ്ധിമുട്ടി, അതുപോലെ തന്നെ വ്യവസായികൾ ബുദ്ധിമുട്ടി, എല്ലാവരും ബുദ്ധിമുട്ടി. പരമ്പരാഗതമായി ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടി. ബുദ്ധിമുട്ടാത്ത ഒരു കൂട്ടര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രോഗത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാമ്പത്തികമായും മറ്റു മേഖലയിലും പ്രയാസപ്പെടാത്ത ഒരു കൂട്ടര് മാത്രം അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി ശമ്പളം കിട്ടി. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും റിട്ടയർ ആയ സമയത്താണെങ്കിൽ അവർക്ക് പെൻഷനും കിട്ടി. ഒരു കുറവുണ്ടായില്ല. അവർക്ക് ഒരു ബുദ്ധിമുട്ടും കോവിഡ് കാലത്ത് വന്നിട്ടില്ല. രോഗം വന്നതൊഴിച്ചാൽ അവർക്ക് യാതൊരു തരത്തിലും ജീവിത വിഭവത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഗൾഫിൽ എത്ര കച്ചവടം മുടങ്ങി, എത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു, നമ്മുടെ നാട്ടിൽ എത്ര കച്ചവടശാലകൾ പൂട്ടി, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി. വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കാലഘട്ടത്തിൽ പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണിക്കല്ലാണ് നല്ലൊരു ജോലി. അത് ഇസ്ലാം പറയുന്നുണ്ട്. എന്താ തർക്കം? ജോലി ചെയ്ത് ജീവിക്കലാണ് പ്രധാനം. ആ ജോലി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ നല്ലൊരു മേഖലയാണ് സർക്കാർ ജോലി. സുരക്ഷയോടുകൂടി നമുക്ക് ചെയ്യാവുന്ന ഈ ജോലിയിലേക്ക് നമ്മളെ മക്കളെ നിങ്ങൾ എത്തിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, അത് ജീവിതത്തിന്റെ ഒരു മാർഗം മാത്രമല്ല, ജീവിത സുരക്ഷിതത്വത്തിന്റെ മാർഗമാണ്. ഗുജറാത്തിലെ DGP, അദ്ദേഹത്തിന്റെ പേര് RB ശ്രീകുമാർ എന്നാണ്. അദ്ദേഹം കാലിക്കറ്റ് എയർപോർട്ടിലെ ഒരു പ്രോഗ്രാമിന് വന്നിരുന്ന ഒരു എയർപോർട്ട് മാർച്ചിന്റെ സമയത്ത് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിലും പ്രസംഗത്തിലും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗുജറാത്തിലൊരു ജനോസൈഡ്, ഒരു വർഗീയ കലാപം ശരിക്കൊരു വംശീയ ഉന്മൂലനമായി മാറി. അത് നടക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം പറഞ്ഞു, കലക്ടർമാരുടെ കൂട്ടത്തിൽ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു കലക്ടർ പോലും ഇല്ല, ഒരു ഉന്നത ഉദ്യോഗസ്ഥനില്ല. മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യമില്ലാതെ വന്നപ്പോൾ അവർക്കെതിരെ ഗൂഢാലോചന ഭരണതലത്തിൽ തന്നെ നടന്നു. ഭരണതലത്തിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നത് ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിൽ ഒരു സമുദായത്തിന്റെ പ്രതിനിധി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നേരത്തെ തന്നെ പാർലമെന്റിൽ ചെയ്തൊരു പ്രസംഗം. കായിദെ മില്ലത്തിന്റെ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്, അത് മറക്കാൻ പാടില്ല. കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1948 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രസംഗം ചെയ്തിട്ടുണ്ട്. ചരിത്രം പഠിക്കണം നിങ്ങൾ. മുസ്ലിം ലീഗിന്റെ സംഭാവന ഇന്ത്യ മഹാരാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചതാണ്. നമ്മൾ ആ ചരിത്രം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കായിദെ മില്ലത്ത് 1947 ചെയ്ത പ്രസംഗം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, കാരണം അദ്ദേഹം അത് പറയാൻ കാരണം പ്രത്യേകമായി ഇന്ത്യയിൽ അങ്ങനെ പറയാൻ കാരണം ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രത്യേക കോൺസെപ്റ്റ് ഉണ്ട്. അത് പണ്ടേ ഉണ്ട്, ഇപ്പോൾ മാത്രമൊന്നുമല്ല. ആ നിലനിൽക്കുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തോട് ദേശക്കൂറില്ല എന്ന ഭൂരിപക്ഷത്തിന്റെ മനസ്സിലൊരു തോന്നലുണ്ട്. മുസ്ലിങ്ങൾക്ക് ദേശക്കൂറില്ല, ഒരു പാകിസ്ഥാന്റെ ആളുകളാണ് എന്നൊരു പ്രചരണം ഇവിടെ പണ്ടേ നടക്കുന്നുണ്ട്. അതേ സമയത്തോ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ ഇടയിൽ നമ്മൾ സുരക്ഷിതരല്ല എന്നൊരു തോന്നലുണ്ട്. ഈ രണ്ട് തോന്നലുകൾ
ഇത് ഈ രാജ്യത്ത് എന്നോ ഉള്ളതാ. SK പാട്ടീൽ പണ്ട് സാമുദായിക സൗഹാർദ്ദ പ്രമേയം കോൺഗ്രസിന്റെ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈ രണ്ട് തോന്നലാണ് ഇന്ത്യയുടെ പ്രശ്നം. SK പാട്ടീൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അവതരിപ്പിച്ചൊരു സാമുദായിക സൗഹാർദ്ദ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചു SK പാട്ടീൽ. ഇന്ത്യയിലെ ചരിത്ര സംഭവമാണ്. അവരും പറഞ്ഞ എന്താ ഇത് തന്നെയാണ്. ഈ ഒരു സാഹചര്യം വളരെ നേരത്തെ അതിന് മുമ്പ് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കായികമേലത്തെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മര്യാദക്ക് ഈ സമുദായത്തിന് വേണ്ടി പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ എന്നെ വിശദീകരിച്ചുകൊണ്ട് കായികമേലത്തിന്റെ പ്രസംഗം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയുന്നു, therefore I say that. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ത്യയിലെ വർഗീയ പ്രശ്നങ്ങളെ കുറിച്ച് മറ്റുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, one of the way of removing disharmony and producing harmony. കണ്ടോ, one of the way, ഒരു വഴി. എന്താണ് ആ വഴി? എന്തിനാണ് ആ വഴി? പ്രൊഡ്യൂസിങ് ഹാർമണി, ഇവിടെ സൗഹാർദ്ദമുണ്ടാക്കാൻ. അതുപോലെ തന്നെ ഇവിടെ സൗഹാർദ്ദമുണ്ടാക്കാനും റിമൂവിങ് ഡിസ്ഹാർമണി, മതസൗഹാർദ്ദമില്ലായ്മ ഇല്ലാതെയാക്കാനും ഒരു വഴിയുള്ളൂ. ഒരു വഴി, ഒരൊറ്റ വഴി അദ്ദേഹം പറഞ്ഞു. എന്താണ് വഴി? ആ വഴി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈസ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ഇൻ ദ സർവീസ്. ഗവൺമെന്റ് സർവീസിൽ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുക. എല്ലാ സമുദായത്തിനും പ്രാതിനിധ്യമാണ്. ഒരു കൂട്ടർ മാത്രം സർക്കാർ ജോലിയും ഭരണവും, ബാക്കിയുള്ളവരിങ്ങനെ അടിയാളന്മാരായി കഴിയുന്ന അവസ്ഥ പറ്റൂല. രാജ്യത്തിന്റെ ഭരണകേന്ദ്രത്തിലുള്ള ഉദ്യോഗ മേഖലയിൽ എല്ലാവർക്കും പങ്കുവേണം. ആൻഡ് ടു മേക്ക് ദം ഫീൽ ദാറ്റ്. മാത്രമല്ല അവർക്കത് അനുഭവപ്പെടുകയും വേണം. ദേ ഹാവ് ഗോട്ട് എ റിയൽ ഷെയർ. അവർക്ക് അവരുടെ പങ്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ പങ്ക് കിട്ടിയിട്ടുണ്ട്, ഹൈന്ദവർക്ക് അവരെ പങ്ക് കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരെ പങ്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എഫക്റ്റീവ് ഷെയർ ഇൻ ദ ഗവേണൻസ് ഓഫ് ദി കൺട്രി. രാജ്യത്തിന്റെ ഭരണത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ പങ്കുണ്ട്. അപ്പോഴാണ് രാജ്യം നമ്മുടേതാണെന്ന ഫീലിംഗ് ഉണ്ടാകും. ഒരു കൂട്ടരെ മാത്രം ഭരിക്കുക, മറ്റുള്ളവരെ അടിയാളന്മാരായി കഴിയുക, അവരെ കൂട്ടത്തിൽ നമ്മളൊരു അടിമകളെ പോലെ കഴിയാൻ ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് സ്വന്തമാക്കേണ്ട കാര്യമില്ലല്ലോ. അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു, നമ്മൾ അടിമകളാകുന്നു. ഇപ്പൊ ഒരു സമുദായം ഭരിക്കുന്നു, ബാക്കിയുള്ളവർ നോക്കിയിരിക്കുന്നത് പറ്റൂല. എല്ലാ വിഭാഗം ആളുകളും ഭരണതലത്തിൽ വരണം. അതിനാണ് നമ്മുടെ രാജ്യത്ത് സംവരണം ഏർപ്പെടുത്തിയത്. അതിനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ആലോചിച്ച് തീരുമാനിച്ച് സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ ഈ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വന്നത്. അത് പലതും നമുക്ക് കിട്ടിയില്ല, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഒരു സമുദായത്തിന്റെ മാത്രം പുരോഗതിയല്ല. രാജ്യത്തിന്റെ ഭരണകേന്ദ്രങ്ങളിൽ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിനും അവരുടേതായ പങ്ക് ലഭിച്ചിരിക്കണം. ആ അർത്ഥത്തിലും ജീവിതമാർഗം എന്ന അർത്ഥത്തിലും സർക്കാർ ജോലി വളരെ പ്രധാനമാണ്. അവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഉമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഗൾഫിലേക്ക് അയക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സാമ്പത്തിക ഭദ്രതയും നേട്ടമൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വല്ല പ്രതിസന്ധിയും വന്നാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണ്? എങ്ങനെയും കുട്ടിയെ ഒരു സർക്കാർ ജോലിക്ക് പ്രാപ്തനാക്കണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, കൃത്യമായി ശമ്പളം കിട്ടുന്നു, റിട്ടയർ ആയാൽ അവർക്ക് പെൻഷൻ കിട്ടുന്നു, മരിച്ചാൽ ഭാര്യയ്ക്ക് ഫാമിലി പെൻഷൻ കിട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം രാജ്യത്തുണ്ടായിട്ട് നമ്മുടെ കുട്ടികളൊന്ന് പഠിച്ച് പരീക്ഷ ചെയ്തിൽ ഇപ്പോൾ PSCയുടെ കോൾ വന്നു, അപേക്ഷ ക്ഷണിച്ചു. ആരൊക്കെ അപേക്ഷിച്ചു, ആരൊക്കെ അതിനുവേണ്ടി തയ്യാറായി പഠിക്കും? നിങ്ങൾ ഒരു പരീക്ഷക്കും തിരിഞ്ഞു നോക്കൂല, പ്രിപ്പയർ ചെയ്യൂല, പഠിക്കൂല. ഗൾഫിലേക്ക് മാത്രം പോകാനും കച്ചവടം ചെയ്യാനും മാത്രമായാ പോരാ. നമ്മുടെ പൂർവ്വകാല തലമുറക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലായിരുന്നു. ഇന്ന് സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഇത്തരമൊരു സ്കൂളിൽ തുടക്കത്തിലെ കുട്ടികൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. വളരെ നല്ല കാര്യമാണ്. അപ്ഗ്രേഡ് ചെയ്ത് UP ആക്കിയാൽ മാത്രം പോരാ, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. കാരണം സെക്കൻഡറി ഒക്കെ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PSC പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാനുള്ള എല്ലാ ക്ലാസ്സും കൊടുക്കണം. നമ്മുടെ നാട്ടിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെന്നറിയും? ഒരു നാട്ടിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചപ്പാടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു മഹലിൽ, ഇതൊരു മഹലാണ്, ഈ മഹലിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ആ ഉദ്യോഗസ്ഥന്മാരെ മീറ്റിംഗ് വിളിച്ചിട്ട് അവരെ നിങ്ങൾ സജ്ജമാക്കണം. മഹലിലെ ഉദ്യോഗസ്ഥന്മാർ ഒരുമിക്കണം. അതോടൊപ്പം തന്നെ മഹലിലെ പെൻഷൻ വാങ്ങുന്ന ആളുകളെ വിളിച്ചു വരുത്തണം. നിങ്ങൾ ഇവിടെ പെൻഷൻ വാങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരുണ്ടാവും. ചെറുപ്പക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കഴിവുള്ള ആളുകൾ, 55 വയസ്സ് കഴിഞ്ഞ ആളുകൾ പെൻഷൻ വാങ്ങുന്നവരിവിടെ ഉണ്ടാവും. ആ പെൻഷൻകാരോടും ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന ആളുകളോടും നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഈ മഹലിന് വേണ്ടി ചെയ്യേണ്ട സേവനം, നിങ്ങളെപ്പോലത്തെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഈ മഹലിൽ ഉണ്ടാക്കാൻ വേണ്ട പ്രവർത്തനം നിങ്ങൾ ചെയ്യണമെന്ന് അവരോട് പറയണം. മരണം വരെ 25,000, 30,000, 50,000, 1 ലക്ഷമൊക്കെ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ സുഖമായിട്ട് അവർക്കൊരു പണിയില്ല. ജോലി കഴിഞ്ഞു, ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങേണ്ടവര്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, ഞാനും ഭയപ്പെട്ട ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ അധ്യാപകരുണ്ടാവും, എല്ലാ ആളുകളും ഉണ്ടാവും. ഇവിടെ 30 ദിവസം ജോലി ചെയ്താൽ ജോലി ചെയ്യുന്ന ആൾക്ക് ശമ്പളം കിട്ടും. സർക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് 1-ാം തീയതി തന്നെ കിട്ടും.
പെൻഷൻ അങ്ങനെയാണ്, ജോലി ചെയ്യണ്ട, അവൻ ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് ജനുവരി മാസമാണെങ്കിൽ ജനുവരി മാസത്തെ ശമ്പളം സർക്കാർ ഉദ്യോഗസ്ഥന് ഫെബ്രുവരി 2-ാം തീയതി കിട്ടും. എന്നാൽ പെൻഷൻകാരനോ ജനുവരി മാസം നമ്മളെ ജനുവരി 1-ാം തീയതി തന്നെ കിട്ടും. അതാണ്, ജനുവരി 30 ആവണ്ട. ആ രീതിയിൽ സൗകര്യപ്രദമായ സംവിധാനം രാജ്യത്തുള്ളപ്പോ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അത് എത്തിപ്പിടിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അതിന് പരിശീലനം കൊടുത്തുകൂടാ? അങ്ങനെ പരിശീലനം കൊടുത്തുകൊണ്ട് കുട്ടികളെ വാർത്തെടുത്താൽ ഒരുപാട് മേഖലകളുണ്ടല്ലോ നമുക്ക്. ആ മേഖലയ്ക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ആമുഖമായും ആദ്യമായും പറയാനുള്ളത്.